ഹലോ, എന്തൊക്കെയുണ്ട് വിശേഷം? സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്നലെ ഞാൻ ഫ്രീ ആയിട്ടിരുന്നപ്പം ഹക്ക് മൂവി കണ്ടു കേട്ടോ. അതൊരു ഹിന്ദി മൂവിയാണ്, പുതിയത്. അപ്പോൾ ആ സിനിമ കണ്ടപ്പോൾ എനിക്ക് കുറേ കാര്യങ്ങൾ എൻ്റെ ലൈഫായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റി, പ്രത്യേകിച്ച് കോർട്ട് പ്രൊസീജിയറും. അപ്പോൾ അതിനകത്ത് ഒരു സീനിനകത്ത് യാമി ഗൗതം തിരിച്ചു വന്നിട്ട് ഇമ്രാൻ ഹാഷ്മിയുടെ അടുത്ത് ചോദിക്കുന്നുണ്ട്, കുറേ നാളായിട്ട് അബ്ബാസ് എനിക്ക് മെയിൻ്റനൻസിനുള്ള ക്യാഷ് കിട്ടിയിട്ടില്ലെന്ന്. അപ്പോൾ അവൻ തിരിച്ചു പറയുന്നുണ്ട്, ഞാൻ പറഞ്ഞിട്ടാണോ നീ കുട്ടികളെ എടുത്ത് ബാഗും പാക്ക് ചെയ്ത് പോയത്? ഞാൻ പറഞ്ഞിട്ടല്ലല്ലോ എന്ന്. ഈ ഒരു ചോദ്യം എൻ്റെ ലൈഫിൽ ഞാൻ കേട്ടിട്ടുണ്ട് കേട്ടോ. ഞാൻ പറഞ്ഞിട്ടാണോ നീ പോയത്? നീ ഇപ്പോൾ കിടന്ന് നൊല വിളിക്കുന്നത്, നീ പിള്ളേർക്ക് അത് വേണം ഇത് വേണമെന്ന് പറയാൻ. നീ നിൻ്റെ തന്തയും തള്ളയും വന്നപ്പോൾ കൂടെ ഇറങ്ങിപ്പോയി. ഞാൻ പറഞ്ഞിട്ടല്ലല്ലോ പോയത്. നിനക്ക് അത്ര ഇതാണെങ്കിൽ പിള്ളേരെ ഇങ്ങോട്ട് കൊണ്ടുപോയിട്ടേക്ക്. അങ്ങനെ പറയുള്ളൂ കേട്ടോ. നിനക്ക് അത്ര വലിയ പ്രശ്നമാണെങ്കിൽ പിള്ളേരെ നീ ഇങ്ങോട്ട് കൊണ്ടുപോയിട്ടേക്ക്. ഒരു ഉമ്മ അല്ലെങ്കിൽ ഒരു അമ്മ അവർ ആരെങ്കിലും പറയുന്നത് കേട്ടിട്ട് സ്ട്രഗിൾ ചെയ്തിട്ട് നോക്കാനേ ശ്രമിക്കുകയുള്ളൂ. അല്ലാതെ അവിടെ കൊണ്ടുപോയിട്ട് ഇവിടെ കൊണ്ടുപോയിട്ടെന്ന് പറയുമ്പം കൊണ്ടുപോയിടാനായിട്ട് ഇത് പൂച്ചക്കുട്ടികളോ പട്ടിക്കുട്ടികളൊന്നുമല്ല, മനുഷ്യക്കുട്ടികളല്ലേ. പിന്നെ ആ പെണ്ണ് ആ സിനിമയ്ക്കകത്ത് സുപ്രീം കോടതി വരെ പോകുന്നുണ്ടേ. അവളുടെ സെൽഫ് റെസ്പെക്റ്റിന്, ഡിഗ്നിറ്റിക്ക് അതെല്ലാം പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, അവളുടെ റൈറ്റ്സ് കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറേ നടക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ എന്നെ തന്നെ കുറേ സീനിനകത്ത് സങ്കല്പിച്ചു കേട്ടോ. എന്താണെന്ന് വെച്ചാൽ 2020 കേസ് ഫയൽ ചെയ്തു ഞാൻ. ആദ്യം തന്നെ പിള്ളേരുടെ മെയിൻ്റനൻസിന് വേണ്ടിയിട്ട് എനിക്ക് പ്രോപ്പറായിട്ട് കിട്ടുന്നുണ്ടായിരുന്നില്ല. അവർക്ക് ഇഷ്ടമുള്ള സമയത്ത് ഇഷ്ടമുള്ള രീതിയിലായിരുന്നു തന്നുകൊണ്ടിരുന്നത്. അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ ആദ്യമായിട്ട് കേസ് ഫയൽ ചെയ്ത് ആ കേസ് എവിടെ എത്തിയില്ല. അങ്ങനെ 2020 2 വർഷം ഓരോ മാസവും കൊറോണ കാരണം കുറേ നീട്ടിവെച്ചു, കുറേ ഇതായില്ല. പിന്നെ എപ്പോൾ പറയുമ്പോഴും വക്കീൽ പറയും എതിർ പാർട്ടി, അതായത് എൻ്റെ പാർട്ട്ണർ റിസീവ് ചെയ്തിട്ടില്ല, അയാൾ ഗൾഫിലാണ്, അങ്ങനെ ഇങ്ങനെയെന്ന് പറഞ്ഞിട്ട് തിരിച്ചു വിടുകയാണ് എന്ന് പറഞ്ഞ് ഞങ്ങൾ അതിൻ്റെ പുറകെ ഡിവോഴ്സ് ഫയൽ ചെയ്തു, DV ഫയൽ ചെയ്തു. പക്ഷേ ഇതൊന്നും അവർ റിസീവ് ചെയ്യുന്നുണ്ടായിരുന്നില്ല. ഒരു കാര്യങ്ങളും അവർ സ്വീകരിച്ചില്ല. പിന്നെ അവർ റെസ്പോണ്ട് ചെയ്തില്ല. അങ്ങനെ ലാസ്റ്റ് എനിക്ക് ജീവിക്കാൻ വഴിയില്ല, കേസ് നടത്തണം, ജീവിക്കാൻ വഴിയില്ല, എന്തെങ്കിലും കിട്ടുമോയെന്ന്. എനിക്ക് അന്നും ഇന്നും ഉള്ള ആഗ്രഹം, എനിക്കൊന്നും വേണ്ട. എന്താണെന്ന് വെച്ചാൽ ഞാനൊരു ഒരു ലൈഫ് വേണ്ടാന്ന് വെച്ചിട്ട് ഇറങ്ങിപ്പോകുന്ന വ്യക്തിയാണ്. അപ്പോൾ പിന്നെ ഞാൻ അയാളുടെ ഒരു കാര്യങ്ങളും വാങ്ങിയിരിക്കാനുള്ള അവകാശം എനിക്കില്ല എന്ന് വിശ്വസിക്കുന്ന ആളാണ്. എനിക്കൊട്ട് വേണ്ടതാനോ. പക്ഷെ പിള്ളേർ ആ സിനിമയ്ക്കകത്ത് പറയുന്ന പോലെ രണ്ടുപേരുടെ റെസ്പോൺസിബിലിറ്റിയാണ്. അത് മറന്നുപോയി ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പോൾ അതിനകത്ത് അവൻ പറയുന്നുണ്ട്, കൊണ്ടുപോയത് നീയാണെങ്കിൽ നീ വളർത്താൻ ബാധ്യസ്ഥയാണെന്ന്. സെയിം ഞാനും കേട്ടോണ്ടിരുന്നത്, ഇപ്പോഴും കേൾക്കുന്നത്, എടുത്തുകൊണ്ട് പോയി നീ ചെയ്യണം. അപ്പോൾ അതെൻ്റെ റെസ്പോൺസിബിലിറ്റി അല്ല, മനസ്സിലായോ? അപ്പോൾ ഞാൻ പറയുന്നത് അപ്പോൾ എനിക്ക് മനസ്സിലാകാത്തൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, കൂലിപ്പണി എടുക്കുന്ന ആൾക്കാരാണെങ്കിലും സ്ട്രഗിൾ ചെയ്ത് അവനവൻ്റെ ചോരയാന്ന് പറഞ്ഞിട്ട് അയാൾക്ക് ഉള്ളതിൽ ഊരി കൊടുക്കും. പക്ഷേ ഒരു വെൽത്തി ആയിട്ടുള്ള ആൾ മനഃപൂർവ്വം നമ്മളെ ബുദ്ധിമുട്ടിക്കാൻ വേണ്ടിയിട്ട് കൊടുക്കാതിരിക്കുമ്പം ഭയങ്കര ഒരു ഇതല്ലേ. അങ്ങനെ ഞാൻ കുറേ നടന്നു കേട്ടോ. 2022 വരെ കോർട്ട് പ്രൊസീജിയറൊക്കെ ആയിട്ട് നടന്നു. അങ്ങനെ ഞാൻ ജീവിക്കാൻ വഴിയില്ലാതെ ലാസ്റ്റ് എക്സാം എഴുതി ഇവിടെ ദുബായിൽ വന്നു കഴിഞ്ഞിട്ടും ഓൺലൈൻ കോർട്ട് അറ്റൻഡ് ചെയ്തു. ഓൺലൈൻ കോർട്ട് ആകെ ഒരു തവണ ഞാൻ ചെയ്തുള്ളൂ. അപ്പോഴത്തേക്കും തന്നെ എനിക്ക് ആകെ ഇതായി. അങ്ങനെ ഏറ്റവും അവസാനം ഞാൻ ഈ ഗൾഫിലേക്ക് വന്നു എന്നറിഞ്ഞപ്പോൾ അവർ കുറച്ചൊക്കെ റെസ്പോണ്ട് ചെയ്യാൻ തുടങ്ങി. പിള്ളേർ നാട്ടിലായിരുന്നു. ആ സമയത്ത് എന്ത് ചെയ്തു, പിള്ളേർക്കുള്ള കസ്റ്റഡി ഫയൽ ചെയ്തു. പിള്ളേർക്ക് കസ്റ്റഡി കൊടുക്കുക എന്ന് പറയുമ്പോഴത്തേക്കും അന്നുള്ള ഒരു ജഡ്ജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ എത്ര പിള്ളേർ, ഇപ്പോൾ എത്ര കുഞ്ഞാണെങ്കിലും അവരുടെ വില്ലിങ്നെസ്സോ അല്ലെങ്കിൽ അവരുടെ ഒരു കരച്ചിലോ അങ്ങനെയൊന്നും കാണാൻ നിൽക്കുന്ന ഒരു വ്യക്തിയല്ലായിരുന്നു. നേരെ പിടിക്കും. ഇപ്പോൾ അരമണിക്കൂർ അവരുടെ അടുത്ത് പറയുന്ന അരമണിക്കൂർ കൊണ്ടുപോയി കൊടുക്കും. അപ്പം കൂടുതൽ അറ്റാച്ച്മെൻ്റ് ഉള്ള ഒരു ഫാദറും ഒരു പിള്ളേരും ആണെങ്കിൽ നമുക്ക് ടെൻഷനില്ല, അവരവരുടെ കൂട്ടത്തിൽ പോയി ഹാപ്പി ആയിരിക്കും. പക്ഷേ അറ്റാച്ച്മെൻറ്റ് കുറവുള്ള എന്ന് പറഞ്ഞാൽ പിള്ളേർ എപ്പോഴും സ്ട്രേഞ്ചേഴ്സായിട്ടേ കാണുള്ളൂ. അപ്പോൾ അവരുടെ കരച്ചിൽ നേരം എൻ്റെ വക്കീൽ എന്നെ വിളിച്ചു പറഞ്ഞു, ഷജില എത്രയും പെട്ടെന്ന് പിള്ളേരെ നീ കൊണ്ടുപോകണം, അവിടേക്ക് കൊണ്ടുപോകാൻ പറ്റുമെങ്കിൽ. അപ്പോൾ ഞാനിവിടെ വന്നിട്ടേ ഉള്ളൂ, കുറച്ച് മാസമായിട്ടേ ഉള്ളൂ. ഭാഗ്യത്തിന് ഞാനൊരു സ്റ്റുഡിയോ ഫ്ലാറ്റ് എടുത്തിട്ടുണ്ടായിരുന്നു. എനിക്ക് ഇങ്ങോട്ട് കൊണ്ടുവന്നു കഴിഞ്ഞാൽ പിന്നെ ആ സമയത്ത് 5ഉം 4ഉം വയസ്സുള്ള കുട്ടികളെ നോക്കുക എന്ന് പറയുന്നതും ജോലിക്ക് പോകുക എന്ന് പറയുന്നതും ഭയങ്കര ബുദ്ധിമുട്ടാണ്, ഒരാൾ ഹെൽപ്പില്ലാതെ. പക്ഷെ ഞാൻ 2 ദിവസം, തലേ ദിവസം ഞാൻ നാട്ടിൽ പോയി, പിറ്റേ ദിവസം ഞാൻ അവരുടെ ബാഗെല്ലാം പാക്ക് ചെയ്ത് വെക്കാൻ പറഞ്ഞു വീട്ടിൽ. ആ അവസ്ഥയൊക്കെ ഭയങ്കര അവസ്ഥയാട്ടോ. സ്കൂളിൽ പോയിക്കൊണ്ടിരിക്കുന്ന മക്കളാണ്. അവിടുന്ന് അവരുടെ സ്കൂള് നിർത്തിയിട്ട് പ്രത്യേക പെർമിഷൻ വാങ്ങിച്ചു. അവർ നോട്ട്സൊക്കെ ഇട്ട് തരാമെന്ന് പറഞ്ഞു. പക്ഷേ എനിക്ക് എന്ന് തിരിച്ച് നാട്ടിലേക്ക് എൻ്റെ മക്കളെ ആക്കാൻ പറ്റുമെന്ന് പോലും എനിക്ക് അന്ന് അറിയില്ലായിരുന്നു. അങ്ങനെ ഞാൻ ആ പിള്ളേരെ 2 ദിവസം കൊണ്ട് തിരിച്ചു കൊണ്ട്, ഒരു വ്യക്തി അറിയുന്നതിന് മുമ്പ് ഞാൻ അവരെ ദുബായിൽ കൊണ്ടുവന്നു കേട്ടോ. എനിക്കതൊക്കെ ആലോചിക്കുമ്പോൾ എപ്പോഴും എന്താ പറയുക, എപ്പോഴും ഒരു വിഷമമാണ്. അങ്ങനെ ഞാൻ അവരെ ഇങ്ങോട്ട് കൊണ്ടുവന്നു കഴിഞ്ഞിട്ട് രാവിലെ ഞാൻ ഡ്യൂട്ടിക്ക് പോകുമ്പോൾ, അന്നൊക്കെ ഞാൻ ക്ലിനിക്കിലായിരുന്നു ജോലി ചെയ്തുകൊണ്ടിരുന്നത്, എനിക്ക് നൈറ്റില്ല. അപ്പം ഞാൻ രാവിലെ ഡ്യൂട്ടിക്ക് പോകുമ്പോൾ അവരെ ബേബി സിറ്റിങ്ങിൽ വിടും.
എന്നിട്ട് എനിക്ക് സ്പ്ലിറ്റുമാണ്. ഉച്ചയ്ക്ക് ഇവരെ എടുക്കണം, ഇവരെ കുളിപ്പിക്കണം, ഇവർക്കുള്ള ഫുഡ് ഉണ്ടാക്കി കൊടുക്കണം. വൈകുന്നേരം 5 മണിയാകുമ്പോൾ തിരിച്ച് ഇവർ വീണ്ടും എനിക്ക് ബേബി സിറ്റിങ്ങിലായിട്ട് വേണം ഡ്യൂട്ടിക്കായിട്ട് പോകാനായിട്ട്. പിന്നെ ചില സമയത്തൊക്കെ ബേബി സിറ്റർ ഉണ്ടാവില്ല, സൺഡേയ്സിലൊക്കെ. അപ്പോൾ ആ സമയത്തൊക്കെ എൻ്റെ കൂടുതലുള്ളവരെന്ന് പറഞ്ഞാൽ ഹസ്ബൻഡ് നോക്കും കുട്ടികളെ. പക്ഷേ എനിക്ക് ആരും നോക്കാനില്ല. ഞാൻ കൊണ്ടുവന്നിട്ട് അവിടെ ഞങ്ങളുടെ ക്ലിനിക്കിൻ്റെ ഇൻഷുറൻസ് റൂമിലൊക്കെ ഞാൻ 1-2 ദിവസമൊക്കെ പിള്ളേരെ ഇരുത്തിയിട്ടുണ്ട്. ഫോൺ കൊടുത്തിട്ട് അവരെ ഇരുത്തും. എന്നിട്ട് ഞാൻ ഡ്യൂട്ടി എടുക്കും കേട്ടോ. പിന്നെ ഒരു ദിവസം ഞാൻ ഓർക്കുന്നുണ്ട്, പോകാനായിട്ട് നേരം വൈകി. അതായത് എൻ്റെ ഒരു പേഷ്യൻറ്റിന് ഫ്ലൂയിഡ് ഇട്ട് കിടക്കുക. അപ്പോൾ അത് തീർന്നിട്ട് വേണം നമുക്ക് ക്ലിനിക്കിൽ നിന്ന് ഇറങ്ങാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ഞാൻ ഈ പിള്ളേരെ രാത്രി ഇവരെ രണ്ടുപേരെയും കൊണ്ടുപോയി ഒരു ചെയറിനകത്തിരുത്തി ഫോണും കൊടുത്തിരുത്തും. എന്നിട്ട് അത് തീർന്നിട്ട് ഇവരെയും കൊണ്ട് പോകും. അങ്ങനെ 3 മാസം ഞാൻ സ്ട്രഗിൾ ചെയ്തു. ലാസ്റ്റ് എന്ത് വരട്ടെ എന്ന് വിചാരിച്ച് ഡിസംബറിൽ ഞാനിവരെ നാട്ടിലേക്ക് കൊണ്ടുപോയി. 2022 കേട്ടോ, നാട്ടിലേക്ക് കൊണ്ടുപോയി. പിന്നെ അത് ആ ഒരു സമയത്ത് ഞാൻ പറഞ്ഞു വന്ന സബ്ജക്റ്റ് മാറിപ്പോയി. ഞാൻ പറഞ്ഞു വന്നത്, പിന്നെ ഇവർ റെസ്പോണ്ട് ചെയ്യാതെ ഇരുന്നിട്ട് ഇവർ എക്സ്പാർട്ടി ആവാൻ വേണ്ടിയിട്ട് 1 മാസം ഉള്ളപ്പം, അതായത് ഒരു സിറ്റിങ്ങിനും കൂടെ ഇവർ അപ്പിയർ ചെയ്തില്ലെങ്കിൽ എക്സ്പാർട്ടി ആകും എന്നുള്ള സിറ്റുവേഷനിൽ ഇവരുടെ വക്കീൽ പറഞ്ഞു കൊടുത്തു നിങ്ങൾ അപ്പിയർ ചെയ്യണമെന്ന്. അന്നേരം ഇവർ തിരിച്ച് വന്ന് കോർട്ടിൽ അപ്പിയർ ചെയ്തു. ഞാൻ കൂടെ ചെല്ലണമെന്നും പറഞ്ഞുകൊണ്ട് ഇവർ കേസ് തിരിച്ചു കൊടുത്തു. അപ്പോൾ എന്തായി, അത്രയും നാളും ഇവർ റെസ്പോണ്ട് ചെയ്യാതിരുന്നിട്ട് മിഡിൽ ഈസ്റ്റ് അടക്കമുള്ള പേപ്പറിനകത്ത് ഞാൻ ആഡ് കൊടുത്തിട്ടുണ്ടായിരുന്നു. വക്കീൽ പറഞ്ഞിട്ട് എക്സ്പാർട്ടി ആവുന്നതിൻ്റെ പ്രൊസീജിയറാണ് അത്. നമ്മൾ ന്യൂസ് പേപ്പറിൽ ആഡ് കൊടുക്കണം, നാട്ടിലും കൊടുക്കണം, ആൾ ഗൾഫിലായതുകൊണ്ട് മിഡിൽ ഈസ്റ്റ് എഡിഷനകത്തും കൊടുക്കണം. അതിനൊക്കെ എത്ര പൈസ വരുമെന്ന് ആലോചിച്ചേ. അത് കഴിഞ്ഞിട്ട് ഇവരങ്ങനെ അപ്പിയറായി. അപ്പോൾ കേസ് ഫുള്ള് കുളമായി. എത്ര 2020 തൊട്ടിട്ട് 22 വരെ 3 വർഷം നമ്മൾ പൈസ കൊടുത്തതും നമ്മൾ കേസ് കളിച്ചതൊക്കെ വെറുതെ ആയി. അറ്റ്ലീസ്റ്റ് ആ ഒരു സമയത്ത് എനിക്കൊരാഗ്രഹം ഉണ്ടായിരുന്നുള്ളൂ, എനിക്ക് ഈ ഡിവോഴ്സ് കിട്ടണം, എനിക്ക് ഇതിൽ നിന്ന് ഒരു മോചനം. അപ്പോഴത്തേക്കും നമ്മുടെ മനസ്സ് ശരിക്കും മടുത്തു കേട്ടോ. അത് ഇപ്പോൾ ആ മൂവിക്കകത്ത് പറയുമ്പോൾ അവൾക്ക് യാതൊരു എഡ്യൂക്കേഷനും ഇല്ല, യാതൊരു വഴിയില്ല. അവളുടെ ഹസ്ബൻഡിൻ്റെ അടുത്ത് നിന്ന് കിട്ടിയിട്ട് തന്നെ വേണം മുന്നോട്ട് ജീവിക്കാനായിട്ട്. എന്നെ സംബന്ധിച്ച് അങ്ങനെയല്ല, ഞാൻ ജോലി ചെയ്യുന്നു, ജീവിക്കുന്നു. അപ്പോൾ എൻ്റെ മനസ്സിലുള്ള ആഗ്രഹം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എങ്ങനെയെങ്കിലും ഒന്ന് ഡിവോഴ്സ് കിട്ടുക, എന്നിട്ട് സമാധാനമായിട്ട്, ഇപ്പം കഞ്ഞിയെ കുടിച്ചുള്ളെങ്കിലും അത് കുടിച്ച് സമാധാനമായിട്ടിരിക്കുക എന്നുള്ളൊരു ഇതിലായിരുന്നു കേട്ടോ. അപ്പോൾ അടുത്ത കഥ അടുത്ത വീഡിയോയിലെ. ഇപ്പം ഞാൻ ആ സിനിമ കണ്ടപ്പോൾ ഓർത്തിപ്പോൾ ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ. അങ്ങനെ ഫൈനലി എനിക്ക് ഡിവോഴ്സൊക്കെ കിട്ടി. ഇങ്ങനെ ഞാൻ ഓർക്കുമ്പോൾ ഓരോരോ കാര്യങ്ങളും കൊണ്ട് വരാം കേട്ടോ. ശരി, ബൈ.